ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്ത്രീകളെ അപമാനിച്ചവർ മാന്യന്മാരായി സമൂഹത്തിൽ വിലസുന്നുവെന്നും ഇത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. മറുവശത്ത് ഇരകൾ കുറ്റവാളികളെ പോലെ ഭയന്നു ജീവിക്കുന്നു. ഈ സാഹചര്യം മാറണമെന്നും അതിനായി സർക്കാരും നിയമ സംവിധാനവും പോലീസും ഒരുമിച്ച് നീങ്ങണമെന്നും ദ്രൗപദി മുർമു ആവശ്യപ്പെട്ടു. പല കേസുകളിലും ഈ സാഹചര്യം കാണുന്നുണ്ടെന്നും ഒരു കേസിലും നീതി വൈകരുതെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. വിദ്വേഷം രാഷ്ട്രീയ ആയുധമാക്കി അധികാരത്തിന്റെ പടവുകൾ കയറിയവർ തുടർച്ചയായി രാജ്യത്തുടനീളം ഭീതിയുടെ വാഴ്ചയാണ് സ്ഥാപിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബി സർക്കാരിൽ നിന്ന് ഈ കുബുദ്ധികൾക്ക് സ്വതന്ത്രമായ കൈത്താങ്ങ് കിട്ടിയതുകൊണ്ടാണ് അതിനുള്ള ധൈര്യം അവർ വളർത്തിയെടുത്തത്. ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ തുടരുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ നിശബ്ദ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ്. ഇന്ത്യയുടെ സാമുദായിക ഐക്യത്തിനും ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കും നേരെയുള്ള ഏതൊരു ആക്രമണവും ഭരണഘടനയ്ക്കെതിരായ ആക്രമണമാണെന്നും ബി എത്ര ശ്രമിച്ചാലും എന്തു വില കൊടുത്തും വിദ്വേഷത്തിനെതിരെ ഇന്ത്യയെ ഒന്നിപ്പിക്കുന്ന ഈ ചരിത്രപരമായ പോരാട്ടത്തിൽ നമ്മൾ വിജയിക്കുമെന്നും രാഹുൽ എക്സിൽ കുറിച്ചു. ബീഫ് കൈവശം വെച്ചെന്ന് ആരോപിച്ച് മഹാരാഷ്ട്രയിലെ താനെയിൽ 72കാരനെയും ഹരിയാനയിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട യുവാവിനെതിരെയുണ്ടായ ആൾക്കൂട്ട ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് രാഹുലിന്റെ കുറിപ്പ്. സംസ്ഥാന പോലീസിലെ ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA. MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്നും അധോലോക ഭീകരൻ ദാവൂദ് ഇബ്രാഹിമിനെ അദ്ദേഹം മാതൃകയാക്കുന്നുവെന്നും PV അൻവർ പറഞ്ഞു. കൂടാതെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പരാജയമാണെന്നും മുഖ്യമന്ത്രി ഇവരെ ഏൽപ്പിച്ച ചുമതലകൾ അവർ കൃത്യമായി ചെയ്തില്ലെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ DGPയോട് റിപ്പോർട്ട് തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനു പിന്നാലെ IPS ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് നൽകേണ്ട റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച നടന്നതായാണ് സൂചന. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്നാണ് വിശ്വസിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷം മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളാണ് ഇതെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ പിണറായി വിജയൻ യോഗ്യതയില്ലെന്നും മുഖ്യമന്ത്രി സ്വയം രാജിവെക്കണമെന്നും ആരോപണ വിധേയരായ മുഴുവൻ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യണമെന്നും VD സതീശൻ പറഞ്ഞു. PV അൻവർ MLA ഉന്നയിച്ച ആരോപണത്തിൽ നിഷ്പക്ഷവും സത്യസന്ധവുമായ അന്വേഷണം നടത്തണമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP ആവശ്യപ്പെട്ടു. ഫോൺ ചോർത്തൽ, കൊലപാതകം, സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ADGPക്കെതിരെ MLA ഉന്നയിക്കുന്നതെന്നും സുധാകരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ MLA PV അൻവർ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ ഇതിന് മറുപടി പറയണം. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ്. ADGP മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്നാണ് PV അൻവർ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണോ ഫോൺ ചോർത്തുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. PV അൻവർ SP ഓഫീസിന് മുന്നിൽ നടത്തിയ സമരത്തിലും പുറത്തു വന്ന വിവാദ ഓഡിയോയിലും കടുത്ത അതൃപ്തിയിൽ CPM മുന്നറിയിപ്പുകൾ പരസ്യമായി തള്ളിക്കൊണ്ടുള്ള PV അൻവറിന്റെ ഗുരുതര ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പും പാർട്ടിയും കടുത്ത സമ്മർദ്ദത്തിലായി. ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണെന്നാണ് അജിത് കുമാറിനും P ശശിക്കുമെതിരായ ആരോപണങ്ങളിലൂടെ MLA വിമർശിക്കുന്നത്. LDF കൺവീനർ സ്ഥാനത്തു നിന്ന് EP ജയരാജനെ മാറ്റിയ CPM നടപടിയിൽ പ്രതികരിച്ച് കേരളത്തിൽ BJPയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ. തന്നെ കണ്ടതാണ് EPയെ സ്ഥാനത്തു നിന്ന് നീക്കാൻ കാരണമെന്നത് അത്ഭുതപ്പെടുത്തിയെന്നാണ് എക്സിലൂടെ ജാവേദ്കർ പ്രതികരിച്ചത്. CPM നടപടി ഏകാധിപത്യ മനോഭാവത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും അസഹിഷ്ണുതയുടെയും തെളിവെന്നും ജാവദേക്കർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ സിമിയുടെ ആരോപണം പാർട്ടിയിലെ വിവിധ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അപമാനകരമാണെന്നും അത് അവർ ചെയ്യരുതായിരുന്നുവെന്നും മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമാണിതെന്നും VD സതീശൻ. ഒരാൾക്ക് കിട്ടിയില്ലെന്ന് കരുതി സ്ഥാനം കിട്ടിയവരെല്ലാം മോശമായ വഴിയിലൂടെയാണ് വന്നതെന്ന് പറയുന്നത് ശരിയല്ലെന്നും സതീശൻ വ്യക്തമാക്കി. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങൾ ലംഘിച്ച് ചെറുമത്സ്യങ്ങൾ പിടിച്ച മത്സ്യബന്ധന ബോർഡ് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പിടികൂടി. അധികൃതരുടെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ എറണാകുളം സ്വദേശി അഷ്കറിന്റെ ഉടമസ്ഥതയിലുള്ള സിത്താര ബോട്ടാണ് പിടിച്ചെടുത്തത്. വാണിജ്യ പാചകവാതക സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പുതിയ വില ഇന്നു മുതൽ നിലവിൽ വരും. പോത്തുകല്ല് മേഖലയിൽ ചാലിയാറിൽ നിന്ന് ശരീരഭാഗം കണ്ടെത്തി.
മലിനജലം കയറിയ കിണറുകൾ വൃത്തിയാക്കുന്നതിനിടെ ട്രോമ കെയർ പ്രവർത്തകരാണ് പുഴയോരത്ത് ശരീരഭാഗം കണ്ടെത്തിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ വ്യക്തിയുടേതാണ് ശരീരഭാഗമെന്നാണ് കരുതുന്നത്. പോലീസ് എത്തി ശരീരഭാഗം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. അട്ടപ്പാടി വനമേഖലയിൽ എക്സൈസ് നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തി നശിപ്പിച്ചു. അഗളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ 395 കഞ്ചാവ് ചെടികളാണ് കണ്ടെടുത്തത്. മലയാള സിനിമയിലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അറിയില്ലെന്ന് തെന്നിന്ത്യൻ സൂപ്പർ താരം രജനീകാന്ത്. തമിഴ് സിനിമയിലും ഹേമ കമ്മിറ്റി മാതൃകയിൽ സമിതി വേണോ എന്ന ചോദ്യത്തിന് തനിക്ക് അറിയില്ലെന്നായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം. മാധ്യമ പ്രവർത്തകരും തമിഴ് നടൻ ജീവയും തമ്മിൽ വാക്കേറ്റം. തെന്നിന്ത്യൻ താരം രാധികയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള ചോദ്യങ്ങളിലാണ് താരം ക്ഷുഭിതനായത്. തമിഴ് സിനിമയിൽ ഒരു പ്രശ്നവുമില്ലെന്നും പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ മാത്രമാണെന്നും ജീവ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. 2025 മുതൽ രാജ്യത്തെ നിരത്തുകളിൽ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ബസ്സുകൾ മാത്രമേ അനുവദിക്കൂ എന്ന് വ്യക്തമാക്കി റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ബസ്സുകളുടെ നിർമ്മാണത്തിൽ പഴയ രീതി മാറ്റാനാണ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. മീററ്റ് ലക്നൌ, മധുര ബംഗളൂരു, ചെന്നൈ നാഗർകോവിൽ എന്നീ റൂട്ടുകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടുക. പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലെ യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ നൽകാനുള്ള നീക്കവുമായി ബംഗാൾ സർക്കാർ. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നീക്കത്തിൽ കടുത്ത അതൃപ്തി അറിയിച്ച് വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി ബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. പ്രക്ഷോഭം ശക്തമായപ്പോൾ ശ്രദ്ധ തിരിക്കാനുള്ള മമതയുടെ അടവാണിതെന്നാണ് BJPയുടെ വിമർശനം. ഫാസ്റ്റ് ട്രാക്ക് കോടതികളെ നോക്കുകുത്തികളാക്കിയെന്നും മന്ത്രി അന്നപൂർണ ദേവി ബംഗാൾ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ കുറ്റപ്പെടുത്തി. പശ്ചിമ ബംഗാളിൽ ബലാത്സംഗ കേസ് പ്രതികൾക്ക് വേഗത്തിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണത്തിനായി പ്രത്യേക മന്ത്രിസഭാ സമ്മേളനം ഇന്നും നാളെയും ചേരും. ബില്ലിന്റെ കരട് തയ്യാറാക്കുന്നതിനായി മന്ത്രിമാരുൾപ്പെട്ട പ്രത്യേക സമിതിയെ നേരത്തെ രൂപീകരിച്ചിരുന്നു. ബില്ല് പാസാക്കി ഗവർണർക്ക് അയക്കുമെന്നും ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ രാജ്ഭവന് മുന്നിൽ സമരമിരിക്കുമെന്നുമാണ് മമത അറിയിച്ചത്.